പോക്സോ കേസിൽ പിടിയിലായ പാസ്റ്റർ ജോൺ ജബരാജ് ഇനി അടുത്തെങ്ങും ആളുകളെ തട്ടിക്കാൻ പുറത്തിറങ്ങില്ല. കേസ് പോക്സോയാണ്. 6 മാസത്തേക്ക് ജാമ്യം പോലും കിട്ടില്ല. കേസും കോടതിയും ഒടുവിൽ വിധി അനുസരിച്ചുള്ള തടവും എല്ലാം കൂടി വർഷങ്ങളെടുക്കും. ഇയാളത്ര നിസ്സാരക്കാരനൊന്നുമല്ല. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറൽ താരമാണ്. ആളുകളെ പറ്റിച്ച് കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ വൈറൽ താരമാണ്. കേരളത്തിൽ കൂടുതലും അടൂരിലുള്ള തട്ടിപ്പുകാരന്റെ കൂടെയാണ് സ്ഥിരം സാന്നിധ്യം. പാട്ടും ഡിസ്കോ ഡാൻസും ഒക്കെയായി വല്ലാത്ത ഫയറാണ് ആശാൻ. കോയമ്പത്തൂർ സിറ്റി സെൻട്രൽ വനിതാ പോലീസ് പോക്സോ കേസ് ചുമത്തിയതിനെ തുടർന്ന് ഇയാൾ മൂന്നാറിലെ കോട്ടേജിൽ കുറച്ചു കാലമായി ഒളിവിലായിരുന്നു. കുടുംബത്തോടൊപ്പമാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇന്നലെ കോട്ടേജിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കോയമ്പത്തൂരിൽ കിങ് ജനറേഷൻ ചർച്ച് എന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിലെ പാസ്റ്ററായ ഇവന് ഇല്ലാത്ത സ്വഭാവങ്ങളൊന്നും ബാക്കിയില്ല. സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ഇവൻ സംസാരിച്ച ആരെയും കയ്യിലെടുക്കും. അപാര കഴിവാണ്. ഇവന്റെ അടുത്ത് ചെല്ലുന്നവരെ മയക്കിയെടുക്കും. ന്യൂജൻ ആരാധനാ രീതികളിലൂടെ ആളുകളെ മാസ്പര ലഹരിയിലെത്തിക്കുമെന്നാണ് പോയവരൊക്കെ പറയുന്നത്. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് ആരാധന നടത്തുന്നത്. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ആരാധന ശുശ്രൂഷകളുടെ വീഡിയോകളും ഇയാൾ പങ്കിടാറുണ്ട്. അതിൽ കൂടെ കാണുന്ന ആളുകളും ഇയാളുടെ മീറ്റിംഗിൽ വരും. 2024 മെയ് 21 GN മിൻസിലെ വീട്ടിൽ നടത്തിയ ചടങ്ങിനിടെ മാതാപിതാക്കൾ ഇല്ലാത്ത 17 വയസ്സുകാരിയെയും ഇവരുടെ അയൽവാസിയായ 14 വയസ്സുകാരിയുമാണ് പീഡിപ്പിച്ചത്. സംഭവം നടന്നതിന് ശേഷം 11 മാസമായി ഇവൻ കോയമ്പത്തൂരിലേക്ക് വരാറില്ലായിരുന്നു. ഇരയായ 14 വയസ്സുകാരി ബന്ധുക്കളെ അറിയിച്ചതിനെ തുടർന്നാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. ഇത് ഒരു സൂചനയാണ്. ഇതുപോലെയുള്ള പല കള്ളപ്രവാചകന്മാരും ആഭാസന്മാരും നമുക്കിടയിലുണ്ട്. ഇവരെല്ലാം സൂക്ഷിച്ചാൽ നല്ലത്. ആളുകളെ ഏത് രീതിയിൽ പറ്റിക്കാമെന്ന് ഗവേഷണം നടത്തുന്ന ഇവന്മാരെയൊക്കെ പിടിച്ചകത്തിടാൻ ഇവിടെ ഒരു നിയമം കൊണ്ടുവരണം.